തെരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് പെശക് പറ്റി എന്നാണ്. എന്താ പെശക്? അത് പറയണ്ടേ? LDF CPM സ്ഥാനാർത്ഥിയാക്കിയ ആളെ ആക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ ഇപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? അതല്ലേ ഞാനും നേരത്തെ പറഞ്ഞത്. ഊരുവിലക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന് സമാനമായ രീതിയിലാണ് CPM പ്രവർത്തകരുടെ ഒരു സമീപനം. അത് അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നത് അവരാലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് പഴയ കാലമല്ല. ആധുനിക കാലത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം കൂടിയാണ്. പഴഞ്ചൻ സമ്പ്രദായങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും CPM സന്നദ്ധമാകുന്നത്. എന്നെ കണ്ടാലൊന്ന് ചിരിക്കാൻ മടിയാണ് പലർക്കും. എന്നെ കണ്ടാലൊന്ന് സംസാരിക്കാൻ മടിയാണ്. ഇതെന്നോട് മാത്രമല്ല, എന്നെ സഹായിക്കുന്നവരോടും ഇതേ നിലപാടാണ്. ഈ നിലപാട് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നറിയില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ 50 കൊല്ലം പാർട്ടി മെമ്പറായി പ്രവർത്തിച്ച പാർട്ടിയാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. ആ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാലമല്ല. കേഡർ പാർട്ടിയായി പ്രവർത്തിച്ച കാലാണ്. 1978 സാൽക്കിയ പ്ലീനമാണ് കേഡർ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ഒരു ബഹുജന പാർട്ടിയാക്കി പാർട്ടിയെ മാറ്റണം എന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന 2 വർഷത്തിന് ശേഷം 76 മുതൽ 2026 വരെ നീണ്ട 50 വർഷക്കാലം. അതിനിടയിൽ ബ്രാഞ്ചിൽ നിന്ന് മുകളിലേക്കെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഗതം പറയുമ്പോൾ സുരേഷ് മാഷ് പറഞ്ഞു, നടപടി ഉണ്ടായപ്പോൾ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിരുന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി, എനിക്കുൾപ്പെടെ വിമർശനമുണ്ടായിരുന്നു എന്ന് സുരേഷ് മാഷ് പറഞ്ഞു. എന്നോട് വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാനീ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തി പരിഹരിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തിലാണ് തിരിച്ചുപോയത്. എപ്പോഴാ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത്? ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി മറ്റ് പല ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറുപടി പറഞ്ഞു, പയ്യന്നൂരിലെ സാമ്പത്തിക വിഷയം അടഞ്ഞ അധ്യായമാണ്. അത് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പിന്നീട് ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിന് പോയിട്ടില്ല. 10-15ഓളം കമ്മിറ്റികൾ അതിന് ശേഷം നടന്നു. ഒരു കമ്മിറ്റിക്കും പോയില്ല. ഒരാള് പോലും എന്നോട് എന്തേ കമ്മിറ്റിക്ക് വരാത്തത്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരു നേതാവും തയ്യാറായിട്ടില്ല.
ഈ പ്രശ്നത്തിന് പാർട്ടിക്കകത്ത് പോരാടി പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പാർട്ടിയെ തകർക്കണമെന്ന ഒരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഞാൻ ഈ വിഷയങ്ങൾ പുറത്തു പറയാൻ എന്നെ നിർബന്ധിച്ചത് ഈ പാർട്ടിയാണ്. കാരണം ഇത്രയും ഗുരുതരമായ സാമ്പത്തിക വിഷയം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോ അത് ഉന്നയിച്ചയാളെ ക്രൂശിക്കാനും തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാനും തയ്യാറായ പാർട്ടി നേതൃത്വം അത് പുനഃപരിശോധിക്കാൻ സന്നദ്ധമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചപ്പോ പിന്നെ ആ പാർട്ടിയിൽ നിന്നിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടില്ല, ഞാൻ പിന്നീട് പോയില്ല. അതേ തുടർന്നാണ് ഞാൻ പുസ്തകം എഴുതി ജനങ്ങളോട് പറയാൻ തയ്യാറായത്. ഇപ്പൊ അതാണ് ഞാൻ ചെയ്ത വലിയ അപരാധമായി പാർട്ടി വിശദീകരിക്കുന്നത്. ഞാൻ ഏഷ്യാനെറ്റിന് ഒരു അഭിമുഖം കൊടുത്തു. ഞാൻ ഈ പുസ്തകത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഒരു അഭിമുഖം നൽകിയത്. ഈ പുസ്തകം എഴുതാൻ എന്നെ നിർബന്ധിച്ചത് പാർട്ടി നേതൃത്വമാണ്. പുരുഷോത്തമൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തെരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് പെശക് പറ്റി എന്നാണ്. എന്താ പെശക്? അത് പറയണ്ടേ? LDF CPM സ്ഥാനാർത്ഥിയാക്കിയ ആളെ ആക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ ഇപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? അതല്ലേ ഞാനും നേരത്തെ പറഞ്ഞത്. ആ പിശക് എന്താണ് എന്ന് നാം ചോദിക്കുമ്പോ ഈ സാമ്പത്തിക വിഷയമല്ലാതെ മറ്റെന്ത് കാരണ ആർക്കും പറയാൻ പറ്റുക? വേറൊരു കാരണം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഉയർത്തിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് MV ഗോവിന്ദൻ മാഷ് ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിലൂടെ ചെയ്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ 2 മണ്ഡലത്തിന്റെ കാര്യമേ ഗോവിന്ദൻ മാഷ് എടുത്തു പറഞ്ഞുള്ളൂ. അത് പയ്യന്നൂരും തളിപ്പറമ്പും മാത്രം. അതുകൊണ്ടാണ് ഞാനും TK ഗോവിന്ദൻ മാഷും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയത് കണ്ണൂർ പ്രസ് ക്ലബിൽ. ആ പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസം TK ഗോവിന്ദൻ മാഷക്ക് വധഭീഷണിയാണ്. എനിക്ക് നേരിട്ട് വന്നിട്ടില്ല, പക്ഷെ നേരിട്ട് വരാതിരിക്കുമ്പോ അത് ഒരു പ്രശ്നമാണ്. അതും നമ്മൾ കാണണ്ടേ? അപ്പൊ ഈ രീതിയിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയവുമായി തെറ്റുപറ്റി എന്ന് നേതൃത്വം സമ്മതിക്കുമ്പോ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്ക കൂടിയാണ്. അതിനെന്താ പരിഹാരം? തെറ്റ് തിരുത്തണ്ടേ? തിരുത്താനുള്ള ആലോചന എന്താ പാർട്ടി നടത്തിയത്? ഒന്നും നടത്തിയില്ലല്ലോ. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ജില്ലാ നേതൃത്വം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു, അത് ഞങ്ങൾ അംഗീകരിച്ചു, ഈ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചു. ഇതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ജില്ലാ നേതൃത്വം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താനല്ലേ സംസ്ഥാന നേതൃത്വം? ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ വന്നാൽ ആ സ്ഥാനാർത്ഥി പട്ടിക ശരിയല്ലെങ്കിൽ അത് തിരുത്താനുള്ള അധികാരമുള്ളവരാണ് സംസ്ഥാന നേതൃത്വം. എന്തേ തിരുത്താതിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് തെറ്റുപറ്റിയില്ലേ? ജില്ലാ നേതൃത്വത്തിന് മാത്രമേ തെറ്റുപറ്റിയുള്ളൂ? നിങ്ങൾക്കും തെറ്റുപറ്റിയില്ലേ? ഇനി ജില്ലാ നേതൃത്വമാണ്, അവർക്കാണ് തെറ്റുപറ്റിയത്, എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിനെതിരായി? ഈ പയ്യന്നൂരിലെ ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയത്, ഈ പയ്യന്നൂരിലെ പാർട്ടിയെ ഈ നിലയിലേക്ക് എത്തിച്ചത് ജില്ലാ നേതൃത്വമല്ലേ? അന്നത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. മുഖ്യ പങ്ക് അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഞാൻ ഒന്നിച്ച് DYFI രംഗത്ത് പ്രവർത്തിച്ചതാണ്. അയാൾ ജില്ലാ സെക്രട്ടറിയും ഞാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായി ഒരേ കമ്മിറ്റിയിൽ
ദീർഘകാലം പ്രവർത്തിച്ചതാണ്. ഞങ്ങൾ വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല. ഈ വിഷയം ഈ നിലയിലേക്ക് വഷളാക്കിയതിൽ മുഖ്യ ഉത്തരവാദിത്വം എം.വി. ജയരാജനാണ്. അയാളിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ജില്ലാ നേതൃത്വം ഒരു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കമ്മിറ്റിയിൽ വെക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന പേര് വെക്കില്ല. അത് ഏത് ഘടകമായാൽ ആ സെക്രട്ടറി ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തും നിർദ്ദേശം വെക്കുന്നതിന് മുമ്പ്. ഈ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുമ്പോ ഇന്ന മണ്ഡലത്തിൽ ഇന്ന ആള് വരണമെന്ന് ജില്ലാ സെക്രട്ടറി പറയുമ്പോ അത് എം.വി. ഗോവിന്ദൻ മാഷുമായും പിണറായി വിജയനുമായും ഒരാശയവിനിമയം നടത്തിയിട്ടായിരിക്കില്ലേ ജില്ലാ സെക്രട്ടറി വെച്ചിട്ടുണ്ടാകുക. അല്ലാന്ന് പറയാൻ ഗോവിന്ദൻ മാഷക്കോ പിണറായിക്കോ സാധിക്കുമോ? അപ്പൊ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമാണ് പശു വയ്ക്കിയത്. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ ഈ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയോ ജില്ലാ കമ്മിറ്റിയുടെയോ മുമ്പിൽ അവതരിപ്പിക്കില്ല. അപ്പൊ തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർ വരണമെന്നും പയ്യന്നൂരിൽ ടി.എ. മധുസൂദനൻ സ്ഥാനാർത്ഥിയാവണമെന്നും തീരുമാനിക്കുന്നത് എം.വി. ഗോവിന്ദൻ മാഷിന്റെയും പിണറായി വിജയന്റെയും അംഗീകാരത്തോടു കൂടിയല്ലേ? എങ്ങനെയാ ജില്ലാ കമ്മിറ്റിക്ക് മാത്രം തെറ്റുപറ്റി എന്ന് അവർക്ക് ഈ റിവ്യൂവിന്റെ ഭാഗമായി പറയാൻ സാധിക്കുക? ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് പയ്യന്നൂർ നന്നാണെങ്കിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണം എന്നാണ്. പത്രങ്ങൾ പറയുന്നതാണ്, മാധ്യമങ്ങൾ പറയുന്നതാണ്. നമുക്ക് അതിന്റെ വസ്തുത എന്താണെന്ന് അറിയില്ല. പിരിച്ചുവിട്ട് ആരാ വരിക? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ ആരാ വരിക? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം ആർക്കാ? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം ടി.ഐ. മധുസൂദനാണ്. കാരണം അയാളാണ് പയ്യന്നൂരിൽ നിന്നുള്ള ഏക ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. അതിന് താഴെയാണ് 2 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, അതിന് താഴെയാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർ. പയ്യന്നൂരിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ടി.ഐ. മധുസൂദനാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് ടി.ഐ. മധുസൂദനെ പയ്യന്നൂരിന്റെ നേതൃത്വമായി നിലനിർത്തി ഈ പയ്യന്നൂരിലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് വന്നുപെട്ട അപജയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിയെ പഴയ കാലത്തതുപോലെ ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്ന് കീഴേ തലം വരെ വിശദീകരിക്കുന്ന സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തന്നെ പയ്യന്നൂരിലെ നേതാവായി ഇപ്പോഴും അവരോധിച്ചു നിർത്തുന്നത് പയ്യന്നൂരിലെ പാർട്ടിയെ സംരക്ഷിക്കാനാ? പയ്യന്നൂരിലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാ? എങ്ങനെയാ പയ്യന്നൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക? അത് ആലോചിക്കണ്ടേ? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് കൊണ്ട് ഈ പയ്യന്നൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ? ഇയാളെ നിലനിർത്തി ഇയാളുടെ പേരിലാണ് ആരോപണം. ഇയാൾ കളങ്കിതനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ അയാൾ പരാജയപ്പെട്ടത്.